നമുക്ക് 2 രാജാക്കന്മാർ 4-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള ഭാഗങ്ങളെക്കുറിച്ച് ഇച്ചിരി വേഗത്തിലൊന്ന് പരിശോധിക്കാം. ഏലിയാവിൻ്റെ ശേഷം ദൈവത്തിൻ്റെ പ്രവാചകനായി തീർന്ന എലീശയുടെ പ്രവർത്തനങ്ങളെ ഏലിയാവും എലീശയും തമ്മിൽ വളരെ ബന്ധമുള്ളവരാണ്. ഒരിക്കൽ പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശയോട് നിലവിളിക്കാനുള്ള കാരണം എന്താണ്? അവരുടെ ഭർത്താവ് മരിച്ചുപോയി. വളരെ കടബാധ്യതയുള്ള ഒരു കുടുംബമായിരുന്നു. എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, നിന്റെ ദാസൻ യഹോവാഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ എൻ്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന്. കടബാധ്യത തീർക്കാൻ വകയില്ലാത്തതുകൊണ്ട് മക്കളെ അടിമകളാക്കി കൊണ്ടുപോകാൻ കടക്കാരൻ വന്നിരിക്കുന്നു. അതിനെക്കുറിച്ചാണ് എലീശയോട് പറഞ്ഞ് നിലവിളിക്കുന്നത്. അപ്പോൾ എലീശ ചോദിക്കുന്നു, നിന്റെ വീട്ടിൽ നിനക്ക് സ്വന്തമായിട്ട് എന്താണ് ഉള്ളത് എന്ന് ചോദിച്ചു. ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നും ഇല്ല. ഒരു ഭരണി എണ്ണയുണ്ട്. അപ്പോ അതിനവൻ നീ ചെന്ന് അയൽക്കാരോടും വെറും പാത്രങ്ങൾ വാങ്ങിപ്പോവാന്നതാണ്. അയൽവാസികളോടെല്ലാം നടന്ന് വെറും പാത്രങ്ങൾ വായ്പ വാങ്ങി കൊണ്ടുവന്നിട്ട് നീയും നിന്റെ മക്കളും അകത്ത് കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്ന് നിറഞ്ഞത് ഒരു ഭാഗത്ത് മാറ്റിവയ്ക്കുക. അപ്പോൾ പാത്രം എത്രയും കൂടുതലുണ്ടോ അത്രയും എണ്ണ പകരുവാൻ സാധിക്കുമെന്നാണ്. എത്ര വലിയ കടമാണെങ്കിലും വീട്ടിയെടുക്കാം. അപ്പോ അവനെ വിട്ടുചെന്നു തൻ്റെ മക്കളോട് അകത്ത് കടന്ന് വാതിൽ അടച്ചു. അവർ അവളുടെ അടുക്കൽ പാത്രങ്ങളെ വച്ചു കൊടുക്കുകയും അവൾ പകരുകയും ചെയ്തു. ഒരു മുറിയിൽ കടന്ന് വാതിലടച്ചിട്ട് ഈ പാത്രങ്ങളിൽ ഓരോന്നായി ഈ ഒരു ഭരണിയിലെ എണ്ണ പകരുകയാണ്. ചില മാജിക്കാരിങ്ങനെ കാണിക്കുന്ന നമ്മൾ കണ്ടു. നമുക്ക് വലിയ അത്ഭുതം തോന്നും. ഇത് ഒരു മാജിക്കിന്റെ രീതി തന്നെയാണ്. കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പേർക്ക് കൊടുത്തു, 7 അപ്പം കൊണ്ട് 3000 പേർക്ക് കൊടുത്തു. അതുപോലെ ഒരത്ഭുതമാണ് ദൈവത്തിൻ്റെ ഒരു അത്ഭുത പ്രവൃത്തി ഇവിടെ നടക്കുക. അപ്പോ നിറഞ്ഞ പാത്രങ്ങൾ ഓരോന്നായി പകർന്നു. അപ്പോൾ ഈ പാത്രങ്ങളിലുള്ള എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പ് കൊണ്ട് മക്കളും നീയും ഉപജീവനം കഴിച്ചുകൊള്ളുക. ദൈവത്തിൻ്റെ വചനം ലഭിക്കുന്നവർ മറ്റുള്ളവർക്ക് ഇത് പകർന്നു കൊടുക്കണമെന്നാണ് എലീശയുടെ സന്ദേശം. അപ്പോ മറ്റുള്ള മനുഷ്യഹൃദയങ്ങളെല്ലാം വെറും പാത്രങ്ങളാണ്, അത് ശൂന്യമാണ്. ദൈവത്തിൻ്റെ വചനങ്ങളൊന്നും അതിൽ പകർന്നിട്ടില്ല എന്നുള്ളത്. ദൈവത്തിൻ്റെ ദാസന്മാർ വഴി പകരുന്ന ദൈവത്തിൻ്റെ വചനങ്ങളാൽ നിറയപ്പെടുന്ന പാത്രം, അത് എണ്ണം എത്രയോ സമാഹരിക്കാവോ അത്രയും എണ്ണ പകരുവാൻ കഴിയുന്നതാണ്. ദൈവത്തിൻ്റെ വചനത്താൽ ലഭിക്കുന്ന
സമൃദ്ധിയും അനുഗ്രഹവും അത് അളവില്ലാത്തതാണ് എന്നാണ് ഈ പ്രവർത്തനത്തിൽ കൂടെ എലീശ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഉപജീവന മാർഗമാണ്, ദൈവത്തിൻ്റെ വചനം കൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥ. മനുഷ്യന് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നു. അപ്പം ഇങ്ങനെ മുഴുവൻ മനുഷ്യരാശിയും ഭാവിയിൽ ദൈവത്തിൻ്റെ യഥാർത്ഥമായ സത്യവചനം കൊണ്ട് നിറയപ്പെടുന്ന പാത്രങ്ങളായി തീരും എന്നുള്ളതിൻ്റെ ഒരു പ്രവാചക സൂക്തമാണ് ഇവിടെ ഈ ചരിത്രത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്രയും പറഞ്ഞ് ഈ വിഷയം അവസാനിക്കും.